ഹായ് ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ നമ്മുടെ വല്യപ്പച്ചൻ അവിടെ നിന്ന് പോവുകയാണ്. അതായത് സ്റ്റാലിനിയുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് നമ്മുടെ അലീനയ്ക്ക് വലിയ വിഷമാവുന്നുണ്ട്. എന്നാലും സാരമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വല്യപ്പച്ചൻ വരുമല്ലോ എന്ന സമാധാനത്തിലാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വല്യപ്പച്ചൻ പോവുകയാണ് കേട്ടോ. എന്തായാലും വല്യപ്പച്ചൻ പോയി കഴിഞ്ഞതിന് ശേഷം വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്റ്റാലിനി പപ്പയുടെ ഭാര്യയുടെ അനിയത്തിയും പിന്നെ സ്റ്റാലിനിയുടെ മകളും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നത് വേറെ ഒന്നിനല്ല, അവർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് ദിവസമായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാലിനി ഇവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ വരവ്. എന്തായാലും അവർ കാറിൽ വരുന്നുണ്ട്. ആ വന്ന സമയത്ത് തന്നെ ആൻ്റപ്പൻ അവരെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വരുമ്പോൾ എൽസമ്മയാണെന്ന് കരുതും, പക്ഷെ എൽസമ്മയല്ല, എൽസമ്മയുടെ ചേച്ചിയാണ് അങ്ങോട്ട് വരുന്നത്. കൂടെ സ്റ്റാലിനിയുടെ മകളും ഉണ്ട് കേട്ടോ. സ്റ്റാലിനിയുടെ മകള് സാധാരണ ഒരു പെൺകുട്ടിയല്ല, അവൾക്ക് ചെറുതായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പം അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവള് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും അവർ വന്നു കഴിഞ്ഞതിന് ശേഷം സ്റ്റാലിനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു പെൺകുട്ടിയെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, നേരെ സ്റ്റാലിനിയോട് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് സ്റ്റാലിനി മദ്യം കഴിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ആൻ്റപ്പൻ വന്ന് പറയുന്നുണ്ട് റീത്തമ്മ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മകളും ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരോട് ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നേരെ അവർ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, കണ്ടപാടെ നമ്മുടെ മകൾ വന്നിട്ട് പപ്പ എനിക്ക് അവിടെ ഇഷ്ടമല്ല, ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ മമ്മി സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ മോള് ഇനി ഇവിടെ നിന്നോന്നൊക്കെ നമ്മുടെ സ്റ്റാലിനി പറയുന്നുണ്ട് മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. പക്ഷേ മമ്മി സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ചൊവ്വ നമ്മുടെ റീത്തമ്മ കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, ഇവിടെ ഒരു പെൺകുട്ടിയെ താമസിപ്പിക്കുന്നു എന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്താ അതിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ സ്റ്റാലിനിയും റീത്തമ്മയും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ സ്റ്റാലിനി കാര്യം പറയുന്നുണ്ട് കേട്ടോ. 23 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, അതിലുണ്ടായ പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ റീത്തമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. എൻ്റെ അനിയത്തിയെ പിന്നെ എന്തിനാണ് നിങ്ങൾ ചതിച്ചത്? ആദ്യമേ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത് തന്നെയായിരുന്നു ഇഷ്ടം, പക്ഷേ എന്തോ സാഹചര്യം കൊണ്ട് എനിക്കന്ന് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായ മകളാണ് അലീന. അവൾ 23 വർഷം അനാഥയായിരുന്നു. അങ്ങനെ ഞാൻ അറിഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടി, അതായത് എനിക്കുള്ള പെൺകുട്ടി അനാഥാലയത്തിൽ കഴിയുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവൾക്ക് അഭയം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? റിട്ടയർഡ് കേണൽ സ്റ്റാലിനി ജോസഫിന് ഇങ്ങനെ ഒരു പിഴച്ച മകളുണ്ടെന്ന് പറയുന്നത് അഭിമാനമാണോ അതോ അപമാനമാണോ? ഇവൾക്ക് ഒരു ചേച്ചിയും അനിയനൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അവർക്ക് അത് എത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവർക്ക് സ്കൂളിലും കോളേജിലൊന്നും പോകണ്ടേ? അവർക്കും എൽസമ്മയ്ക്കും തല ഉയർത്തി ഇനി നടക്കാൻ പറ്റുമോ? ഇതാണോ കേണൽ ഉണ്ടാക്കി തന്ന സ്റ്റാർ? ശരിക്കും എൻ്റെ അനിയത്തിയെ നിങ്ങൾ ചതിക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ ചോദിച്ച് കേണലിനോട് ചൂടാവുന്നുണ്ട് കേട്ടോ. കേണലാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ റീത്തമ്മയോടും ചൂടാവുന്നുണ്ട്. നിങ്ങൾ നേരെ ചൊവ്വ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് റീത്തമ്മയോടും ചൂടാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപാണ് എനിക്കിങ്ങനെ ലവ് അഫെയർ ഉണ്ടായത്. അന്നിങ്ങനെ എനിക്ക് മക്കളൊന്നും ഇല്ലായിരുന്നല്ലോ, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എങ്ങനെ അവളോട് ചോദിക്കേണ്ട കാര്യമില്ല, ഇവളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നതിലും എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുമില്ല, ചിന്തിക്കാൻ എങ്ങും ഉദ്ദേശിക്കുന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് എൽസമ്മയ്ക്ക് നാണക്കേടാണ്, മക്കൾക്ക് നാണക്കേടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി എങ്ങനെ അവൾ തല ഉയർത്തി നടക്കും? കൊട്ടാരമുറ്റത്തിൽ വീട്ടുകാർ ഭയങ്കര അഭിമാനമുള്ളവരാണെന്നല്ലേ പറഞ്ഞത്, ഇതാണോ നിങ്ങളുടെ അഭിമാനം എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. എൽസമ്മയ്ക്ക് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൽസമ്മ എന്നെ ഡിവോഴ്സ് ചെയ്തോട്ടെ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ സ്റ്റാലിനി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് റീത്തമ്മ ആകെ ഷോക്കാവുന്നുണ്ട്. കാരണം സ്റ്റാലിനി ഒരിക്കലും ഇങ്ങനെ ഒരു അഭിപ്രായം ഉന്നയിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം അത്രയേറെ ഇപ്പോൾ സ്റ്റാലിനിക്ക് അലീന ജീവനായി കഴിഞ്ഞു. കാരണം സ്വന്തം മകൾ എവിടെയോ അനാഥാലയത്തിൽ 24 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്രയും സമ്പാദ്യമുള്ള ഒരു അച്ഛൻ അറിയാതെ പോയല്ലോ എന്ന കുറ്റബോധമാണ് അയാൾക്ക് ഇന്നും. അപ്പോൾ അത് തിരിച്ചു കൊടുത്താലേ അയാൾക്ക് ആ കുറ്റബോധം തീരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും പാതി വഴിയിൽ തൻ്റെ മകളെ അറിഞ്ഞത് മുതൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞത് അങ്ങനെ എൽസമ്മയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൽസമ്മ എന്നെ ഡിവോഴ്സ് ചെയ്തോട്ടെ എന്നുള്ള കാര്യം. എന്തായാലും ഇത്രയും കാലം അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത്, അതായത് എൽസമ്മ മറ്റൊരു വീട്ടിൽ മക്കളുമായിട്ട് കഴിയാണ് ചെയ്യുന്നത്. കാരണം തൻ്റെ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് സ്റ്റാലിനി ജോസഫിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നത്. പക്ഷെ ലീഗലി അവർ ഡിവോഴ്സ്ഡ് ഒന്നുമല്ല. എന്തായാലും ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഒരിക്കലും നമ്മുടെ
സ്റ്റാലിനെ ഉന്നയിക്കുമെന്ന് വിചാരിച്ചതേയല്ല ഈ റീത്തമ്മ. എന്തായാലും ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ആളവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു ഷോക്കിലാണ് ഇനി ആൾക്ക് അവിടുന്ന് തിരിച്ചു പോവേണ്ടി വരിക. എന്തായാലും നമ്മുടെ അച്ഛനെ, അതായത് ബാലചന്ദ്രനെ വിളിച്ചിട്ട് അലീന ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീന സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല, ഇവിടെ റീത്തമ്മയും മകളും വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അലീന ഇവിടുത്തെ വിശേഷങ്ങൾ പൊതുവെ വിളിച്ച് പറയുന്നുണ്ട്. എനിക്കിവിടെ എടുക്കാൻ പണികളൊന്നുമില്ല, അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. കാരണം ആ വീട് മൊത്തം കൊണ്ടു നടന്ന ഒരാളല്ലേ ഞാൻ, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബാലചന്ദ്രന്റെ ആരോഗ്യനിലയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ മരുന്ന് കഴിക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വല്ല മാറ്റവും സംഭവിച്ചോ തിരിച്ചു വന്നതിന് ശേഷം എന്ന് ചോദിക്കുമ്പോൾ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. തോറ്റു വന്നു എന്ന വിചാരമല്ല അവൾക്കുള്ളത്, ജയിച്ചു വന്നു എന്ന വിചാരമാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അടി കിട്ടിപ്പോയതാണെന്നൊന്നും അവൾക്ക് അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല. ഇത് എവിടെ വെറ്റും പോകുന്നു എനിക്ക് യാതൊരുവിധ ഉറപ്പൊന്നുമില്ല, ഏത് നിമിഷവും ഇവിടെ ഒരു സ്ഫോടനം നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആലീന പറയുന്നുണ്ട്, എന്നെ വിചാരിച്ചിട്ട് അച്ഛൻ്റെ മക്കളെ ആലോചിച്ചിട്ട് അച്ഛനൊരു പ്രശ്നത്തിനും പോകരുത്, എല്ലാ കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നിന്നെ ആലോചിച്ചിട്ടും എൻ്റെ സ്വന്തം മക്കളെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൾ ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവൾ ദിനം പ്രതി ഓരോ പ്രശ്നങ്ങൾ ഇവിടെ കൂടിക്കൂടി വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലീനയ്ക്കും ഇത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട്. പിന്നെ സ്റ്റാലിനി പപ്പയുടെ സ്വഭാവം പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒരു കമാൻഡിങ് സ്വഭാവമാണ് ആൾക്ക്. വലിയപ്പച്ചനുമായിട്ട് ആൾക്ക് ഭയങ്കര കൂട്ടാണ്. ഈ മദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന കൂട്ടില്ല, അതുപോലത്തെ ഒരു കൂട്ടാണ് അവർ. ഞാനും സ്റ്റാലിനിയുടെ കൂടെ 2 ബ്രാൻഡി അടിക്കാൻ വേണ്ടി നിന്നാൽ ഞങ്ങളും നല്ല കൂട്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബാലചന്ദ്രൻ അവൾക്ക് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റാലിനിയുടെ കരളും അതുപോലെ തന്നെ സ്റ്റാലിനിയുടെ ആരോഗ്യം സ്റ്റാലിനിയുടെ സ്വന്തമാണ്, അതുകൊണ്ട് തന്നെ നീ അത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കേണലൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവിടെ ഒരു സ്ഥാനമില്ല, നിന്നെ എല്ലാവരും കൂടെ അവിടുന്ന് തുരത്തി ഓടിക്കും, അതുകൊണ്ട് തന്നെ നീ ശ്രദ്ധിക്കണം അതൊക്കെയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവള് പറയുന്നുണ്ട്, വല്യപ്പച്ചനും അപ്പനും നല്ല കൂട്ടാണെങ്കിൽ പോലും വല്യപ്പച്ചൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല. വല്യപ്പച്ചന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കേണലുമായിട്ടുള്ള കൂടിയൊക്കെ വല്യപ്പച്ചൻ നിർത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു തരത്തിലും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവൾക്ക് ധൈര്യവും വിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. നിന്നെക്കൊണ്ട് മോളെ അത് പറ്റും, പപ്പയുടെ കുടിയൊക്കെ നിർത്താൻ നിന്നെക്കൊണ്ട് പറ്റും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ജോലിക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അവർക്ക് ഭയങ്കര അഴിമതിയും അതുപോലെ തന്നെ ഭയങ്കര അഹങ്കാരവും ഒക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ കുറേ കാര്യങ്ങൾ പൊളിച്ചെടുക്കാനുണ്ടല്ലോ, ഇവിടുത്തേനേക്കാളും കൂടുതൽ ജോലി നിനക്ക് അവിടെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ട്, നല്ലൊരു അന്തരീക്ഷമായിട്ട് എടുക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും കേണൽ സമ്മതിക്കുമെന്ന് അവൾക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു വിധത്തിലൊക്കെ അവൾ ശ്രമിക്കുമെന്ന് തന്നെയാണ് അച്ഛനോട് പറയുന്നത്. വൈജയന്തിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രൻ ആ കോളിങ് ചടച്ചു. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എൻ്റെ മൂഡൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഒരു തരത്തിലും അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സുഖം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തോ അവളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തോ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോളെ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം സ്റ്റാലിനിയുടെ വൈഫുമായിട്ടുള്ള ഡിവോഴ്സ് തന്നെയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അലീനയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റാലിനി താൻ താലി കെട്ടി ഭാര്യയാക്കിയ തന്റെ എൽസമ്മയെ ഉപേക്ഷിക്കുമോ ഇല്ലേ എന്ന്. ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.